നിനക്കിന്ന് 3-ാം ദിവസമല്ലേ? എന്നിട്ടാണ് ഈ പ്രാർത്ഥന മുറിയുടെ അടുത്തേക്ക് കൂടെ പോണത്? എൻ്റെ അമ്മ, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ സൃഷ്ടിച്ചൊരു കാര്യമല്ലേ ഇത്? ഇതെല്ലാ സ്ത്രീകൾക്കും ഉള്ളത് കൊണ്ടല്ല ഒരു പുതിയ ജീവനെ തന്നെ നമുക്ക് ഈ ഭൂമിയിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. ചുരുക്കി പറഞ്ഞ, ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ അടുത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളൊരു സമയം ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ 2026 ഒന്ന് മാറ്റി ചിന്തിക്കാം. ഓ, കുറച്ച് ബിസ്ക്കറ്റ് കൊണ്ട് കഴിച്ചപ്പോഴേക്കും എൻ്റെ വിറ അങ്ങോട്ട് പോയിട്ടാ. എന്താ അമ്മ, ഈ വേസ്റ്റ് ഒക്കെ റോഡിലാണ് ഇടണേ? ബേസ്മെന്റ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി കളയണം. അതിനിപ്പോൾ എന്താ, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യണേ? എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തെറ്റ് ചെയ്യണമെന്നും പറഞ്ഞാൽ തെറ്റൊരിക്കലും ശരിയാവില്ലെന്ന്. തെറ്റ് തന്നെയാണ്. നമ്മുടെ വീട് ഭംഗിയായിട്ട് ഇടുന്നത് പോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഭംഗി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സാറേ, എനിക്ക് മെറ്റേണിറ്റി ലീവ് കൂടാതെ അതിന് മുമ്പേ ഒരു 2 മാസം ലീവ് വരാൻ പറ്റുമോ? തൻ്റെ മെറ്റേണിറ്റി ലീവിലുള്ള സമയത്തുള്ള വർക്ക് തന്നെ എങ്ങനെ കവർ ചെയ്യുന്നുള്ള ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. അതിനോടൊക്കെ മുന്നേ തന്നെ 2 മാസം ലീവ് വേണമെന്നാണ്. അത് എങ്ങനെ ശരിയാവാൻ നടപടിയാവുമല്ലോ? പ്രസവത്തിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റും കെയറും വേണം. അതാ ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് പണിക്ക് പോയത്? ഓരോരുത്തർ സ്വന്തം ഇഷ്ടത്തിന് ഓരോ കാര്യം ഒപ്പിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക. സാറേ, ഈ പറഞ്ഞ ഓരോരുത്തരിൽ ഏതോ ഒരു സ്ത്രീ ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഒപ്പിച്ചു വെച്ച് നേരത്തെ പറഞ്ഞ പണിയില്ലേ, അതങ്ങനെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വർത്തമാനം പറയാൻ നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അവതാരത്തിൽ എനിക്ക് ഇനി 2 മാസത്തെ ലീവ് വേണ്ട. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള വൃത്തിയായിട്ട് ആൾക്കാർ ജീവിക്കുന്ന ഈ ലോകത്ത് അതിന് ജീവിക്കേണ്ട ഗതികേട് വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ആശ്വസിച്ചോളാം. നിനക്കിതൊരു സാലറി കിട്ടിയില്ലേ? കിട്ടിയല്ലോ, രാവിലെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് എന്താ എന്നെ ഏൽപ്പിക്കാന്ന്? എന്തിന്? നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ അത് എന്നെ ഏൽപ്പിക്കാറാണോ? സ്വന്തം ഇഷ്ടപ്രകാരം ചെലവാക്കാറില്ലേ പതിവ്? അതുകൊണ്ടൊന്നുമില്ല. ഇനി തുടങ്ങി എൻ്റെ സാലറി ഞാൻ എൻ്റെ കയ്യിൽ വെച്ചോളാം. അതുകൊണ്ട് ഞാൻ കുടുംബം നോക്കാണ്ടിരിക്കുകയൊന്നുമില്ല കേട്ടോ. സാലറി കിട്ടുമ്പോൾ ഒരു പങ്ക് ഈ വീട്ടിൽ കൊടുക്കും, മറ്റൊരു പങ്ക് എൻ്റെ വീട്ടിൽ. അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നിലയിൽ എത്തിച്ചുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ജോലി കിട്ടിയത്. ബാക്കിയുള്ളത് എൻ്റെ കയ്യിൽ വയ്ക്കും, എൻ്റെ ഇഷ്ടത്തിന് ചെലവാക്കാൻ. ഇതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതെ, ഈ സ്ത്രീകൾക്കുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അവരെ ജോലിക്ക് പോകാൻ വിടാൻ അനുവാദം തരിക എന്നതല്ല. കഷ്ടപ്പെട്ട് അവരെടുക്കുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ കൂടി പറ്റണം എന്നുള്ളതാണ്. എല്ലാ മാസവും ഞാൻ കിട്ടുന്ന സാലറി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് പോലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് കൈനീട്ടിയൊക്കെ നിൽക്കേണ്ട അവസ്ഥ വരും. എന്തിനു ഞാൻ അങ്ങനെ? നിങ്ങളങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഇതേ കാര്യം ഞാൻ തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? ഇത്ര ന്യായമായിട്ടുള്ള ഒരു ആവശ്യം പറയുമ്പോൾ നിങ്ങൾ എന്നെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ വേണ്ടെന്ന് വെച്ചോ. അല്ലെങ്കിൽ അത് തന്നെ എനിക്ക് ലാഭം. പണിയെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സേവിങ്സിന്റെ കാര്യത്തിലായാലും.